ടെന്നീസിലെ ഇതിഹാസ താരമായിരുന്നു ആർതർ ആഷ്. 1983 നടത്തിയ ഒരു ശസ്ത്രക്രിയാവേളയിൽ അദ്ദേഹത്തിന് നൽകിയ രക്തം എയ്ഡ്സ് ബാധിച്ച ഒരാളുടേതായിരുന്നു. ആശുപത്രി അധികൃതർക്ക് അറിയാതെ പറ്റിയ മാരകമായ ഒരു പിഴവ്. ലോകം ആ വാർത്തയറിഞ്ഞ് ഞെട്ടി. ആഷിന് സൗഖ്യം നേർന്നുകൊണ്ട് ആരാധകർ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയ ഒരു കത്തിൽ ഒരു ആരാധകൻ ഇങ്ങനെ ചോദിച്ചു: "ഈ മഹാരോഗം ഈശ്വരൻ എന്തിനാണ് അങ്ങേക്ക് നൽകിയത്?" ആഷ് ആ കത്തിന് ഇപ്രകാരം മറുപടി എഴുതി: "ലോകത്ത് ആകെ 100 ദശലക്ഷം കുട്ടികൾ ടെന്നീസ് പഠിക്കാൻ തുടങ്ങും. 10 ദശലക്ഷം പേർ ടെന്നീസ് പഠനം തുടരും. അതിൽ 5 ലക്ഷം പേർ പ്രൊഫഷണൽ ടെന്നീസിൽ എത്തും. അതിൽ 50,000 പേർ അറിയപ്പെടുന്ന കളിക്കാരാകും. 5,000 പേർ ഗ്രാൻഡ് സ്ലാമിലെത്തും. ഒടുവിൽ 50 പേർ വിംബിൾഡണിലും, 4 പേർ സെമിയിലും, 2 പേർ ഫൈനലിലുമെത്തും. ഒടുവിൽ ഒരാളാണ് വിജയിക്കുക. അങ്ങനെ 100 ദശലക്ഷം പേരിൽ ഒരാളായി കപ്പുയർത്തുമ്പോൾ ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ എന്ന്. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക?" പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓംകാരാർത്ഥനിരൂപണൈകമനസാ ഓംകാരനാദാത്മനാ ശ്രീദേവ്യാ മമ ചിത്തഭിത്തിരധുനാ ചിത്രായതേ ചോജ്വലാ ഓജോഭിർജഗദേ തദദ്യ വിപുലം യസ്യാസ്തയാബ്ജപ്രഭൈരോതപ്രോതമഭൂത് കുസുംഭ കുരുവിന്ദാബ്ജപ്രഭായാ സദാ. ഓങ്കാരാർത്ഥ നിരൂപണൈക മനസാ. ഓങ്കാരത്തിൻ്റെ പൊരുളിനെ, അതായത് അർത്ഥത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന മനസ്സോടുകൂടിയ അമ്മയും. ഓങ്കാരനാദാത്മന, ഓങ്കാരമാകുന്ന നാദം തന്നെ സ്വരൂപമായിട്ടുള്ള ദേവിയും ആയ ശ്രീദേവിയാ മമ ചിത്തഭിത്തിരധുന ചിത്രായതേ ചോജ്വല. ആ ശ്രീദേവി ഇപ്പോൾ എൻ്റെ മനസ്സാകുന്ന ചുവരിൽ ഉജ്ജ്വലമായ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വിളങ്ങുന്നു. ഓജോഭിർ ജഗതേ തദദ്യ വിപുലം. യാതൊരു ദേവിയുടെ തേജസ്സിലാണോ അഥവാ ഓജസ്സിലാണോ ഈ വിശാലമായ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത്? യസ്യാസ്തയാബ്ജപ്രഭൈരോതപ്രോതമഭൂത്. വസ്ത്രത്തിൽ നൂലുകൾ എന്നതുപോലെ, അതായത് ഊടും പാവും പോലെ ഈ ലോകം മുഴുവൻ ആ ചൈതന്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. കുസുംഭ കുരുവിന്ദാബ്ജപ്രഭായ സദാ. കുയുമ്പപ്പൂവ്, മാണിക്യം, താമര എന്നിവയുടെ ശോഭ ഉള്ളവളായിട്ടുള്ള ആ ദേവി എപ്പോഴും എന്നിൽ വിളങ്ങട്ടെ. ഓങ്കാരത്തിൻ്റെ അർത്ഥരൂപമായ ദേവിയും പ്രണവം തന്നെ സ്വരൂപമായ അമ്മയുമാകുന്ന ശ്രീ മഹാഷോഡശീ ദേവി എൻ്റെ മനസ്സാകുന്ന ചുവരിൽ അതീവ തേജസ്സുള്ള ഒരു ചിത്രം പോലെ അവിടുന്ന് തെളിഞ്ഞു നിൽക്കുന്നു. കുയുമ്പപ്പൂവിൻ്റെയും മാണിക്യത്തിൻ്റെയും ചുവന്ന താമരയുടെയും ശോഭയുള്ള ദേവിയാണ് അമ്മ. ഒരു തുണിയിൽ നൂലുകൾ എങ്ങനെയാണോ ഇഴചേർന്നിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ആ ദേവിയുടെ തേജസ്സിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം ശ്രീവിദ്യാമന്ത്രം.
അമ്മയുടെ അതിദിവ്യമായ ശരീരം തന്നെയാണ്. ഈ മന്ത്രത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഓരോന്നിനും കൂടം എന്നാണ് പറയുന്നതും. വാഗ്ദേവതകൾ അതുകൊണ്ടാണ് ത്രികൂട എന്ന് ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നത്. 3 കൂടങ്ങളോടു കൂടിയ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഒന്നാമത്തേത് വാഗ്ഭവ കൂടമാണ്. ഓം ക ഏ ഈ ല ഹ്രേം. അടുത്തത് മധ്യകൂടം. ഹ സ ക ഹ ല ഹ്രേം. മൂന്നാമത്തേത് ശക്തികൂടമാണ്. സ ക ല ഹ്രേം. ഇവയാണ് 3 കൂടങ്ങൾ. മുൻപ് ഒരു വീഡിയോയിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ മന്ത്രത്തിന് വേറൊരു അർത്ഥമുള്ളത് 3 രൂപമായിട്ടുള്ള ദേവി എന്നാണ്. അതായത് ത്രയങ്ങളുടെ രൂപത്തിലുള്ള അമ്മ. 3 ചേർന്നു വരുന്ന കൂട്ടങ്ങൾ ഏതൊക്കെയാണോ അവയുടെയൊക്കെ രൂപത്തിലുള്ള അമ്മ. ബൃഹത് പരാശര സ്തുതിയിൽ ഇപ്രകാരമാണ് നിർവചനം നൽകിയിട്ടുള്ളത്. പ്രണവോ ഹി പരം തത്വം ത്രിവേദ ത്രിഗുണാത്മകം ത്രിദേവഞ്ച ത്രിധാമഞ്ച ത്രിപ്രജ്ഞ ത്രിരവസ്ഥിതം ത്രിമാത്രഞ്ച ത്രികാലഞ്ച ത്രിലിംഗം കവയോ വിദുഃ സർവമേതൽ ത്രിരൂപേണ വ്യാപ്തം ഹി പ്രണവേന തു. പ്രണവം എന്ന ഓംകാരം ആ ഉ മ എന്നിങ്ങനെയുള്ള 3 വർണ്ണങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അഥർവവേദം കാമ്യകർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റ് വേദങ്ങളിൽ നിന്നൊക്കെ വേറിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെ 3 വേദങ്ങൾ. ഭൂലോകം, സ്വർഗലോകം, പാതാളം എന്നിങ്ങനെ 3 ലോകങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെയുള്ള 3 പ്രവർത്തികൾ. ഇവ ചെയ്യുന്ന മൂർത്തികളും 3 ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അവസ്ഥകളുണ്ട്. അവയും 3 അവസ്ഥാത്രയം എന്നാണ് പറയുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഗുണങ്ങളും 3 സത്വം, രജസ്, തമസ്. അതുപോലെ കാലങ്ങളും 3 ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. 3 ലിംഗങ്ങളാണ് പുരുഷൻ, സ്ത്രീ, നപുംസകം. 3 ശക്തികളുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇങ്ങനെ 3 വീതം ഉള്ള ഏതൊക്കെ കൂട്ടങ്ങളാണോ ഉള്ളത് അവയുടെ എല്ലാം രൂപമായി വിളങ്ങുന്ന അമ്മ എന്നാണ് ഈ മന്ത്രത്തിന് അർത്ഥമുള്ളത്. 3 കൂടങ്ങളോട് കൂടിയ ദേവി, 3 ആയിട്ടുള്ളവയുടെ രൂപമായ അമ്മ എന്നിങ്ങനെയുള്ള 2 അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത്. ഓം ത്രികൂടായൈ നമഃ. ഓം ഹ്രേം ത്രികൂടായൈ നമഃ. ഈ മന്ത്രം 15 ദിവസം 15 പ്രാവശ്യമെങ്കിലും സന്ധ്യാസമയത്ത് ജപിക്കുക. ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവ വർദ്ധിക്കുന്നു. ഈ മന്ത്രം 31 ദിവസം 15 പ്രാവശ്യത്തിൽ കുറയാതെ സന്ധ്യാനേരത്ത് ജപിച്ചാൽ എത്ര കഠിനമായ ദാരിദ്ര്യ ദുഃഖവും മാറിക്കിട്ടും. മുജ്ജന്മശാപങ്ങൾ, ശാപദോഷങ്ങൾ, മാറാരോഗങ്ങൾ എന്നിവ മാറുന്നതിന് 41 ദിവസം 15 പ്രാവശ്യത്തിൽ കുറയാതെ സന്ധ്യാനേരത്ത് ഈ മന്ത്രം ജപിക്കുക. കാഞ്ചീപുരം എന്ന സ്ഥലത്തുള്ള കാമകോടി പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരീ ദേവിയാണ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം കാമകോടിക എന്നുള്ളതാണ്.
ശ്രീകാമകോടിപീഠസ്ഥ ലളിതാ ത്രിപുരസുന്ദരി എന്നാണ് ലളിതോപാഖ്യാനത്തിൽ കാണുന്നത്. കാമ പരശിവ ഏവ കോടിരേകദേശോ യസ്യാഹ എന്ന് സൗഭാഗ്യഭാസ്കരം ഈ മന്ത്രത്തിന് അർത്ഥം നൽകിയിട്ടുണ്ട്. കാമ കാമേശ്വരിയാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി. പരശിവ ഏവ സാക്ഷാൽ പരമശിവൻ തന്നെ. കോടിഹി കിരീടത്തിൻ്റെ അഗ്രഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗം. ഏകദേശോ ഒരു ചെറിയ ഭാഗം. യസ്യ ആരുടെയാണോ. ശിവശക്തി ഐക്യം. ശിവൻ അമ്മയുടെ കിരീടത്തിലെ ഒരു അംശം മാത്രമാണ് എന്ന് പറയുന്നതിലൂടെ അമ്മയുടെ അപാരമായ പ്രഭാവത്തെയും വൈഭവത്തെയുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രപഞ്ചത്തിൻ്റെ നാഥനായ ശിവൻ പോലും ആ മഹാമായ ദേവിയുടെ കിരീടത്തിലെ ഒരലങ്കാരം മാത്രമാണെന്ന് പറയുന്നതിലൂടെ പരാശക്തിയായ അമ്മയുടെ സർവാധിപത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പരമശിവനെ പോലും തൻ്റെ കിരീടത്തിൻ്റെ ഒരംശമായി ധരിച്ചിരിക്കുന്ന ദേവിയാണ് പരാശക്തി. ആരുടെ, അതായത് ആ ദേവിയുടെ കിരീടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണോ സാക്ഷാൽ പരമശിവൻ, ആ ദേവിയാണ് കാമേശ്വരി, ശിവനേക്കാൾ ശ്രേഷ്ഠയായവൾ എന്ന് അങ്ങനെ ഈ മന്ത്രത്തിന് അർത്ഥം കിട്ടുന്നു. ശിവൻ എന്നും ശിവ എന്നും ബ്രഹ്മം എന്നും പരാശക്തി എന്നും പല വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്ന ആ മഹാചൈതന്യം ഒന്നു തന്നെയാകുന്നു എന്ന തത്വമാണ് ഈ മന്ത്രം കൊണ്ട് അർത്ഥമാകുന്നത്. ഓം കാമകോടികായൈ നമഃ. ഓം ഹ്രേം കാമകോടികായൈ നമഃ. ഈ മന്ത്രം 21 ദിവസം സന്ധ്യാനേരത്ത് 21 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. ദാമ്പത്യ കലഹം മാറും. പ്രേമസാഫല്യത്തിനും ഈ മന്ത്രം ഉത്തമമാണ്. രോഗശാന്തി, സുഖസമൃദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സം മാറാൻ, ഉദ്ദിഷ്ടകാര്യസിദ്ധി, ശത്രുദോഷശാന്തി, സന്താന സൗഭാഗ്യം എന്നിങ്ങനെയുള്ള ഏത് കാര്യത്തിനും ഈ മന്ത്രം മുടങ്ങാതെ ജപിക്കാം. അതിന് പറ്റാത്തവർക്ക് തിങ്കളാഴ്ചകളിലോ പക്കപ്പുറന്നാൾ ദിവസമോ 21 പ്രാവശ്യത്തിൽ കുറയാതെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ മതി. സമസ്ത ദോഷവും അകറ്റി അമ്മ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മേ, അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.